വ്യക്തിപ്രിയം കൊണ്ട് നിങ്ങൾക്ക് പ്രിയമുള്ള ഒരാചാര്യനെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ അതിലും കൂടിയ ജ്ഞാനസിന്ധുവിൽ നിലകൊള്ളുന്ന ഒരാളിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ പ്രിയം കൊണ്ടൊരാളെ സ്വീകരിക്കുമ്പോൾ, മറ്റേയാളിനെ അല്പം തള്ളുമ്പോൾ, നിങ്ങൾക്കും നിങ്ങൾ സ്വീകരിക്കുന്ന ആചാര്യനും പാപമുണ്ടാകും. കാരണം ജ്ഞാനത്തെയാണ് സ്വീകരിക്കേണ്ടത്, വ്യക്തിയെയല്ല. വ്യക്തിയിൽ പ്രിയമുണ്ടാവരുത്. ഇതൊക്കെ അന്തരംഗ സാധനയിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ പാഠങ്ങളാണ്. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം. അശ്രദ്ധയോടുകൂടി ഒന്നും ദാനം ചെയ്യരുത്. അമ്മയെ ദേവതയെപ്പോലെ കാണണം, അച്ഛനെ ദേവതയെപ്പോലെ കാണണം, അതിഥികളെ ദേവന്മാരെ പോലെ കാണണം. ഒരു ദിവസം പോലും സ്വാധ്യായം ചെയ്യാതിരിക്കരുത്. കാലത്തെഴുന്നേറ്റ് വരുമ്പോഴേ കുറേ സമയമെങ്കിലും സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം ഒരു ദിവസം പോലും മുടങ്ങരുത്. കാരണം അപൂർവം പാത്രങ്ങളെ സ്വർണം കൊണ്ടുള്ളൂ. അവയിൽ പോലും പൊടി പിടിക്കും. മനസ്സിലായില്ല? ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളിൽ നിന്നും അതിൻ്റെ സ്വഭാവത്തിൽ നിന്നുള്ള ക്ലാവുണ്ടാവും. സ്വർണ്ണ പാത്രത്തിന് ബാഹ്യമായിരിക്കുന്ന പൊടിപടലങ്ങളെ പിടിക്കുകയുള്ളൂ, ക്ലാവുണ്ടാവില്ല. പൂർണ്ണ സ്വർണമായ പാത്രത്തിന് ക്ലാവുണ്ടാവില്ല, കഴുകിയാൽ മാറും. ആ സ്വർണത്തിൽ ചെമ്പിൻ്റെ അളവ് എത്രയുണ്ടോ അതനുസരിച്ച് ക്ലാവുണ്ടാവും. മനസ്സിലായില്ല? ക്ലാവെന്ന് പറഞ്ഞാൽ അറിയും. അന്തരീക്ഷവുമായി അത് റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യും. അത് നിത്യവും ശുദ്ധമാക്കിയില്ലെങ്കിൽ മാലിന്യം കൂടും. അതുകൊണ്ട് ഇത് ഒന്നിച്ച് ചെയ്യാനിടയാവരുത്. നിത്യവും സ്വാധ്യായം വേണം. സ്വാധ്യായം ഒരു ദിവസം പോലും ഇല്ലാതിരിക്കരുത്. ഏതെല്ലാം കർമ്മങ്ങൾ മുടങ്ങിയാലും ആ കർമ്മങ്ങളൊക്കെ പ്രകൃതി നിശ്ചയിച്ചതാണെങ്കിൽ തനിയെ സംഭവിക്കുന്നത് പോലുമാണ്. എന്നാൽ നമ്മെ ഉത്തമമാക്കുന്ന സ്വാധ്യായം തനിയെ സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് സ്വാധ്യായം ഒരു ദിവസം പോലും മുടങ്ങരുത്. പ്രവചനവും ഒരു ദിവസം പോലും മുടങ്ങരുത്. പഠിച്ച വസ്തുതകൾ മനനം ചെയ്യുന്നത് പ്രവചനത്തിലൂടെ മാത്രമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് അത്യന്താപേക്ഷിതമാണ്. അറിഞ്ഞിടത്തോളം വിദ്യ. പണ്ട് ഒരു ബ്രാഹ്മണകുമാരൻ, ശ്വേതകേതുവാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു മരം നിറച്ച് പഴം നിൽക്കുകയാണ്. വളരെ മനോഹരമായ പഴമാണ്. അത് അങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ്. ശ്വേതകേതു ഓടി അതിൻ്റെ ചോട്ടിലെത്തി. ആളുകളൊക്കെ ആ മരത്തെ ശപിച്ച് കടന്നു പോകണം. ഏറ്റവും മനോഹരമായ പഴം, ഏതു പറിച്ചാലും നിറച്ച് പുഴുവാണ്. അദ്ദേഹം തൻ്റെ ഗുരുവിനെ പോയി കണ്ടു ചോദിച്ചു, എന്താണ് ഈ മരം ഇങ്ങനെ ആയത്? അദ്ദേഹം പറഞ്ഞൊരു ഉപമയുണ്ട്. ആ ഉപമ ശ്വേതകേതുവിന് പ്രവചനത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കാനാണ്, അല്ലാതെ ഇങ്ങനൊരു മരം ഉണ്ടെന്നൊന്നും കരുതിയേക്കരുത്. ശ്വേതകേതു പണ്ടൊരു ഗുരു ഉണ്ടായിരുന്നു, എല്ലാം പഠിച്ചയാൾ, ദുരന്തര പണ്ഡിതൻ. അയാളുടെ പാണ്ഡിത്യം കൊണ്ട് ധാരാളം ശിഷ്യന്മാരുമുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഒരിക്കലും രഹസ്യം മാത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല. അയാളാണ് ആ വൃക്ഷമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പഴമെല്ലാം പുഴുവായിരിക്കുന്നത്. രഹസ്യമാണ് കൈമാറേണ്ടത്, പരസ്യമായത് കൈമാറിയിട്ട് കാര്യമില്ല. രഹസ്യം കൈമാറുന്നത് വാക്കുകളിലൂടെയല്ല, നിശബ്ദതയിലൂടെയാണ്. നിങ്ങൾ പഠിച്ച ശാസ്ത്ര രഹസ്യങ്ങളെ അതിനാഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിശബ്ദത അവരിലും നിങ്ങളിലും സംജാതമാകുന്നുവോ എന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ആചാര്യ കാരുണ്യം കിട്ടിത്തുടങ്ങിയോ എന്ന്. അല്ലാതെ എത്ര ഭാഷ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു, എത്ര വ്യാകരണം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു, എത്രത്തോളം നിങ്ങൾക്ക് ലോകത്ത് സംഘർഷമുണ്ടാക്കുവാൻ കഴിഞ്ഞു, എത്രത്തോളം നിങ്ങൾ അതിനെ കാണാതെ പഠിച്ചു എന്നുള്ളതിലല്ല. ഒരിറ്റ് കാരുണ്യമെങ്കിലും
ഗുരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ എത്ര ശബ്ദമുണ്ടോ ആ ശബ്ദപ്രകൃതിയെ വൈഖരിയും പശ്യന്തിയും മധ്യമയും കടന്നു പരയുടെ പരിപൂർണ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യമാണ്. എനിക്ക് ഭാഷ അറിയില്ലല്ലോ, വ്യാകരണം അറിയില്ലല്ലോ, പേടിക്കണ്ട. ഇതിൻ്റെ ഭാഷ ഹൃദയമാണ്. അതുകൊണ്ട് പ്രവചനവും മുടങ്ങരുത്.